ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, വീണ്ടും ഒരു മസ്ജിദ് മന്ദിർ തർക്കത്തിന് ഇടവരികയാണ്. ഇത് പള്ളിയാണോ അമ്പലമാണോ? വീണ്ടും തർക്കം കൂടുന്നു. മനുഷ്യൻ ഇവിടെ നിലനിൽപ്പിന് വേണ്ടിയുള്ള സമരത്തിലാണ്. ആ സമയത്തും മതം തന്നെയാണ് ഈ മതേതര രാജ്യത്തിന്റെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം. ഏത് രൂപത്തിലാണെങ്കിലും ശരി, ചരിഞ്ഞും തിരിഞ്ഞും മറിഞ്ഞും വന്നാൽ അത് മതത്തിൽ തന്നെ വന്ന് കലാശിക്കും. ചക്ഷുശ്രവണ ഗളസ്തമാം ദർദുരം ഭക്ഷണത്തിനപേക്ഷിക്കുന്ന പോലെ കാലാഹിന പരിഗ്രസ്തമാം ലോകവും ആലോല ചേതസാഭോഗങ്ങൾ തേടുന്നു എന്ന് പറഞ്ഞതുപോലെ പാമ്പിന്റെ വായിൽ അകപ്പെട്ടിരിക്കുന്ന തവള ഭക്ഷണത്തിനു വേണ്ടി തേടാൻ ശ്രമിക്കുന്നത് പോലെയാണ് ഇന്ന് നിലനിൽപ്പിന് വേണ്ടിയുള്ള സമരപാതയിലാണ് നമ്മള്. എങ്ങനെ മുന്നോട്ടു പോകുമെന്ന് അറിയില്ല. ഇവിടെയും ജാതിയും മതവും ആരാധനാലയങ്ങളും ഒക്കെ പ്രധാനപ്പെട്ട ചർച്ചയ്ക്ക് കാരണമാകുവാണ്. നമ്മള് ഗ്യാൻവാപ്പി വിഷയവും ബാബരിയും രാമജന്മഭൂമിയും ഒക്കെ ചർച്ചകൾക്ക് സജീവമായി നമ്മുടെ സമൂഹ മാധ്യമങ്ങളിൽ ഇടം പിടിക്കുമ്പോൾ ഇപ്പോൾ വീണ്ടും ഇതാ മധ്യപ്രദേശിലെ ഇൻഡോറിലുള്ള കമാൽ മൗല പള്ളിയിൽ നടത്തിയ സർവേ റിപ്പോർട്ട് പ്രകാരമാണ് പുതിയ ചർച്ച. തർക്കത്തിന് കളമൊരുങ്ങുകയാണ് മധ്യപ്രദേശില്. പുരാവസ്തു വകുപ്പ് മധ്യപ്രദേശ് ഹൈക്കോടതിയിൽ ഒരു റിപ്പോർട്ട് സമർപ്പിക്കുന്നു. ക്ഷേത്രമുണ്ടായിരുന്നതിന്റെ അടയാളങ്ങൾ ശാസ്ത്രീയമായ പരിശോധനയിൽ കണ്ടെത്തിയെന്നും കമാൽ മൗല പള്ളിയുടെ നിർമ്മാണത്തിന് ക്ഷേത്രഭാഗങ്ങൾ ഉപയോഗിച്ചു എന്നും പുരാവസ്തു വകുപ്പിന്റെ റിപ്പോർട്ടിൽ പറയുന്നു. എന്നാൽ 1903 പുരാവസ്തു വകുപ്പ് സർവേ നടത്തി പള്ളിയാണ് എന്ന് തീർപ്പ് കൽപ്പിച്ചതിന് ശേഷം വീണ്ടും ഒരു സർവേ നടത്തിയതിനെ കമാൽ മൗല മസ്ജിദ് പരിപാലന കമ്മിറ്റി രൂക്ഷമായി വിമർശിക്കുന്നു. അന്ന് കണ്ടെത്താൻ സാധിക്കാത്ത തെളിവുകൾ, അന്ന് സമർപ്പിക്കാൻ സാധിക്കാത്ത കാര്യങ്ങൾ ഇപ്പോഴത്തെ സർവേയിൽ ഉണ്ടായത് സംശയാസ്പദമാണ് എന്ന് കമാൽ മൗല മസ്ജിദിന്റെ അധികൃതർ കുറ്റപ്പെടുത്തുന്നു. ഹിന്ദുത്വവാദികൾ സരസ്വതി ക്ഷേത്രമാണ് എന്ന് അവകാശപ്പെടുന്ന പള്ളിയുടെ 106 തൂണുകളിലും 82 ചതുര സ്തംഭങ്ങളിലുമുള്ള കൊത്തുപണികളും അലങ്കാരങ്ങളും പരിശോധിച്ചാൽ അവ ക്ഷേത്രത്തിൻ്റെതാണ് എന്ന് പറയാൻ സാധിക്കുമെന്നാണ് ASI റിപ്പോർട്ടിലുള്ളത്. ദേവതകളുടെയും മനുഷ്യരുടെയും ചിത്രങ്ങൾ കൊത്തിയത് നീക്കം ചെയ്തിട്ടാണ് പള്ളി നിർമ്മാണത്തിന് ഉപയോഗിച്ചത്. പള്ളിയിൽ ഇത്തരം ചിത്രങ്ങൾ ഉണ്ടാകാൻ പാടില്ലാത്തത് കൊണ്ടാണ് അവ മായ്ക്കുകയോ വിരൂപമാക്കുകയോ ചെയ്തു എന്നും റിപ്പോർട്ടിൽ പറഞ്ഞത്. തൂണുകളിലും ചതുര സ്തംഭങ്ങളിലും മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. സംസ്കൃത ലിപികൾ സ്ഥലത്തിന്റെ ചരിത്ര, സാഹിത്യ, വിദ്യാഭ്യാസ പ്രാധാന്യം വിളിച്ചോതുന്നതാണ്. ഒരിടത്ത് കൊത്തിവെച്ചത് 1094, 1133 വരെ ഭരിച്ച പരമാര രാജവംശത്തിലെ നരവർമ്മൻ രാജാവിന്റെ കാലത്തെ ലിപികളാണെന്നും ASI അവകാശപ്പെടുന്നു. അങ്ങനെ ഏതാണ്ട് നല്ലൊരു വിഭാഗം പള്ളികളും ഇന്ന് എടുപ്പായി നിൽക്കുന്ന മസ്ജിദുകൾ, മുസ്ലിം ആരാധനാലയങ്ങളുടെ ഒക്കെ കീഴിൽ ക്ഷേത്രങ്ങളുടെ അവശിഷ്ടങ്ങൾ ഉണ്ട് എന്ന പരാമർശം പലരും പല സാഹചര്യത്തിലും മുന്നോട്ട് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ പോലും അതൊന്നും ഒരുപാട് വിമർശനങ്ങൾക്ക് വഴിവെക്കാതെ അങ്ങും ഇങ്ങുമൊക്കെയായി ജനങ്ങൾ അത് തട്ടിയും തടഞ്ഞുമൊക്കെ കളഞ്ഞു. പക്ഷെ ഇപ്പോഴിതാ പുരാവസ്തു ഗവേഷകരുടെ റിപ്പോർട്ട് തള്ളിക്കളയാൻ സാധിക്കാത്ത ഒരു പ്രതിസന്ധിയിലാണ് ഇപ്പോൾ മധ്യപ്രദേശ്. നമുക്കറിയാം, ഗ്യാൻവാപ്പി പള്ളിയിലെ വിഷയങ്ങള്, അയോധ്യയില് രാമക്ഷേത്രം വരുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം പള്ളിക്കടിയിൽ ക്ഷേത്രം ഉണ്ടായിരുന്നു എന്ന ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കണ്ടെത്തലായിരുന്നു. ഇപ്പോ ഗ്യാൻവാപ്പി പള്ളി പണിതത് 17-ാം നൂറ്റാണ്ടിൽ വലിയ ക്ഷേത്രം പൊളിച്ചിട്ടാണ് എന്ന് ASI കണ്ടെത്തി. ക്ഷേത്രം ഒരു ഭാഗത്ത് പരിഷ്കരിച്ച് പള്ളി ഉപയോഗിക്കുന്നുമുണ്ട്. 839 പേജുള്ള ASI റിപ്പോർട്ട് കക്ഷികൾക്ക് നൽകാൻ ജില്ലാ ജഡ്ജ് AK വിശ്വേഷ് ഉത്തരവിട്ടിട്ടുണ്ട്. റിപ്പോർട്ടിൽ പള്ളി സർവേയിൽ നിന്ന് കിട്ടിയ ഹിന്ദു ശില്പങ്ങളുടെ ചിത്രങ്ങളുണ്ട്. ഹനുമാൻ, ഗണപതി, അതുപോലെ ശിവലിംഗം, ശിവലിംഗത്തറ. ASI റിപ്പോർട്ടില് ഒരുപാട് വസ്തുതകൾ ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ പള്ളിക്ക് മുമ്പ് വലിയ ഹിന്ദു ക്ഷേത്രം ഉണ്ടായിരുന്നെന്നും അത് 17-ാം നൂറ്റാണ്ടിൽ പൊളിച്ചെന്നും
ഔറംഗസീബിന്റെ 20ാം ഭരണവർഷത്തിൽ, അതായത് 1676 മുതൽ 77 വരെ പള്ളി പണിതത് അകത്ത് നിന്ന് കിട്ടിയ അറബിക് പേർഷ്യൻ ലിഖിതങ്ങൾ ഉണ്ടെന്നും അതുകൊണ്ട് 17ാം നൂറ്റാണ്ടിൽ ഔറംഗസീബിന്റെ ഭരണത്തിലാണ് ക്ഷേത്രം പൊളിച്ചത് എന്നുമാണ് നിഗമനം. നിലവിലുള്ള പള്ളിയുടെ പടിഞ്ഞാറേ ഭിത്തി പഴയ ക്ഷേത്രത്തിന്റെ അവശിഷ്ട ഭാഗമാണെന്നും പള്ളി വിപുലമാക്കാനും അതുപോലെ നടുത്തളം ഉണ്ടാക്കാനും ക്ഷേത്ര തൂണുകൾ ചെറിയ പരിഷ്കാരങ്ങൾ വരുത്തി ഉപയോഗിച്ചിട്ടുണ്ടെന്നും കണ്ടെത്തി. കിഴക്കുഭാഗത്ത് നിലവിലുള്ള സ്ഥലം വിസ്തൃതമാക്കാൻ നിലവറകൾ പണിതു. മുൻവശത്ത് ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി. പ്രാർത്ഥനയ്ക്ക് കൂടുതൽ പേരെ ഉൾക്കൊള്ളാനാണ്. പ്ലാറ്റ്ഫോമിന് കിഴക്ക് നിലവറ പണിയുന്ന സമയത്ത് പഴയ ക്ഷേത്രത്തിന്റെ തൂണുകൾ ഉപയോഗിച്ചതിന്റെ അവശിഷ്ടങ്ങളും കിട്ടി. നിലവറ N2-വിൽ, അതായത് വർഷം 1669 എന്ന് രേഖപ്പെടുത്തിയ ഒരു തൂണ് വീണ്ടും ഉപയോഗിച്ചിട്ടുണ്ടെന്നാണ് കണ്ടെത്തിയത്. ഇതിൽ മണികളുണ്ട്, വിളക്ക് വയ്ക്കാൻ പ്രത്യേക സ്ഥാനങ്ങളുണ്ട്. നിലവറ S2-വില് മണ്ണ് കുഴിച്ച സമയത്ത് ഹിന്ദു ദേവതാ ശില്പങ്ങളും കൊത്തിയെടുത്ത വേറെ വസ്തുക്കളും കിട്ടി. ഇപ്പോഴത്തെ സർവേയിൽ 34 ലിഖിതങ്ങൾ രേഖപ്പെടുത്തി. 32 ലിഖിത പകർപ്പുകൾ എടുത്തു. ഇത് മുൻ ക്ഷേത്രശിലകളിലെ ലിഖിതങ്ങളാണ് എന്ന് കണ്ടെത്തി. ആ കല്ലുകൾ പള്ളിയുടെ പണിക്ക് ഉപയോഗിച്ചതാണ്. ദേവനാഗരി ഗ്രന്ഥ, തെലുങ്ക്, കന്നഡ ലിപികളൊക്കെ ഉണ്ടത്രേ. പള്ളിപ്പറമ്പിൽ നിന്ന് നാണയങ്ങൾ കിട്ടി. 3 എണ്ണത്തിൽ പേർഷ്യൻ ചിത്രവും ലിപിയും ഉണ്ടായിരുന്നു. ഷാ ആലം ഇറക്കിയതായിരുന്നു അത്. അദ്ദേഹം ഭരിച്ചത് 1760 1788-ലാണ്. 64 നാണയങ്ങളുടെ പെട്ടി കിട്ടി. സിന്ധ്യയുടെ ഒരു നാണയവുമുണ്ട്. പഴയ ക്ഷേത്രത്തിന്റെ മധ്യഭാഗമാണ് പള്ളിയുടെ ഹാള്. പഴയ ക്ഷേത്രത്തിന്റെ അലങ്കാരപ്പണികൾക്കുള്ള കമാനങ്ങളുടെ താഴെ കൊത്തിയ മൃഗശില്പങ്ങൾ അംഗഭംഗം വരുത്തിയിട്ടുണ്ട്. ക്ഷേത്രത്തിന്റെ മധ്യത്തില് വലിയ ഹാള്, വടക്ക് പടിഞ്ഞാറ് തെക്കു ഭാഗത്തൊക്കെ കുറഞ്ഞത് ഓരോ ഹാളും ഉണ്ടായിരുന്നു. വടക്ക് തെക്ക് പടിഞ്ഞാറ് ഹാളുകളുടെ അവശിഷ്ടങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നു. കിഴക്കേ അതിർത്തിയിൽ സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിന് കാരണം ആ ഭാഗം മുഴുവൻ ഒരു നിലവറയും പ്ലാറ്റ്ഫോമും കല്ലുകൊണ്ടുള്ള നിലത്തോടെ മൂടിപ്പോയി. കനത്ത ഭിത്തികളും ശില്പചാതുരിയും അലങ്കാരവും ഒക്കെ നിലവിലുണ്ടായിരുന്ന ഈ ഭാഗമാണ് ഇപ്പോൾ പള്ളിയുടെ മുഖ്യ ഹാള്. ഈ ജനുവരി 16-ാം തീയതിയാണ് പള്ളിക്കകത്തെ വസുഖാന പ്രദേശം വൃത്തിയാക്കാനുള്ള ഹിന്ദു വനിതകളുടെ ഹർജി സുപ്രീം കോടതി അനുവദിച്ചത്. ശിവലിംഗം കണ്ടെത്തിയ സ്ഥലം മലിനമാകാതിരിക്കുകയാണ് ലക്ഷ്യം. 2 കൊല്ലം മുമ്പ് സുപ്രീം കോടതി ഉത്തരവ് പ്രകാരം വസുഖാന മുദ്ര വച്ചിരുന്നു. ശിവലിംഗം കണ്ടത് മറ്റേ ചേരി ജലധാരയാണ് എന്ന് അവകാശപ്പെട്ടതുകൊണ്ടാണ്. 2022 മെയ് 16-ാം തീയതി കോടതി ഉത്തരവ് പ്രകാരം സർവേ നടത്തുന്ന സമയത്താണ് ഇത് കണ്ടെത്തുന്നത്. കഴിഞ്ഞ ഡിസംബർ 19-ാം തീയതി അലഹബാദ് ഹൈക്കോടതിയുടെ പ്രധാന വിധി വന്നിരുന്നു. ഹിന്ദു വിശ്വാസികൾക്ക് പള്ളിയുടെ സ്ഥാനത്ത് ക്ഷേത്രം ഉണ്ടായിരുന്നെങ്കിൽ പുനഃസ്ഥാപിച്ച് കിട്ടാൻ കോടതിയെ സമീപിക്കാം. പള്ളിവളപ്പിലെ മാൻസിംഗാർ ഗൗരിയെ വർഷം മുഴുവൻ ദർശിക്കാൻ അവസരം നൽകണമെന്ന് ആവശ്യപ്പെട്ട് ഹിന്ദുക്കൾ നൽകിയതാണ് കേസ്. വസുഖാന ഭിത്തികൾക്കുള്ളിൽ ഒളിപ്പിച്ച ഗർഭഗൃഹം എന്നിവയുടെ സർവേ കൂടി ആവശ്യപ്പെടാൻ ഹിന്ദുക്കൾ തീരുമാനിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരുപാട് തെളിവുകൾ നിരത്തിയാണ് അത് പള്ളിയല്ല ക്ഷേത്രമായിരുന്നു എന്ന് സ്ഥാപിച്ചെടുത്തത്. അതുപോലെ ഇപ്പോഴും വീണ്ടും അടുത്ത ചരിത്ര പള്ളിയും ക്ഷേത്രവും ഒക്കെ പൊളിക്കുവാണോ നിർമ്മിക്കുവാണോ പുതിയ അരങ്ങുകൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ നാട്ടിൽ. നന്ദി.